ലോഗോസ് ക്വിസ് 2025 വിശുദ്ധ ലൂക്ക 18-ാം അധ്യായം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 43. 18-ാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ? ഉത്തരം ന്യായാധിപനും വിധവയും, ഫരിസേയനും ചുങ്കക്കാരനും, ശിശുക്കളെ ആശീർവദിക്കുന്നു, ധനികനായ മനുഷ്യൻ, പീഠാനുഭവവും ഉത്ഥാനവും, മൂന്നാം പ്രവചനവും, അന്ധന് കാഴ്ച നൽകുന്നു. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു പറഞ്ഞ ഉപമ ഏത്? ഉത്തരം ന്യായാധിപനും വിധവയും. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ആരാണ് ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നത്? ഉത്തരം ഒരു ന്യായാധിപൻ. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപൻ ഉണ്ടായിരുന്ന പട്ടണത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ ആര്? ഉത്തരം ഒരു വിധവ. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപനോട് വിധവ അപേക്ഷിച്ചത് എന്തായിരുന്നു? ഉത്തരം എതിരാളിക്കെതിരെ തനിക്ക് നീതി നടത്തിത്തരണമേ എന്ന്. ന്യായാധിപൻ കുറേ നാളത്തേക്ക് ഗൗനിക്കാത്തത് എന്തായിരുന്നു? ഉത്തരം വിധവയുടെ അപേക്ഷ. താൻ എങ്ങനെയുള്ളവനാണെന്നാണ് ന്യായാധിപൻ സ്വയം വിലയിരുത്തുന്നത്? ഉത്തരം ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. ന്യായാധിപൻ വിധവയ്ക്ക് നീതി നടത്തിക്കൊടുക്കും എന്നു പറയുന്നതിൻ്റെ 2 കാരണങ്ങൾ ഏതൊക്കെ? ഉത്തരം 1 വിധവ ശല്യപ്പെടുത്തുന്നതുകൊണ്ട്, 2 കൂടെ വന്ന് അസഹ്യപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ. ന്യായാധിപന്റെയും വിധവയുടെയും ഉപമയിൽ ആര് പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്? ഉത്തരം നീതിരഹിതനായ ആ ന്യായാധിപൻ. ആർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. ഉത്തരം രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കാലവിളംബം വരുത്താത്ത ദൈവം നടത്തിക്കൊടുക്കുമെന്ന് യേശുനാഥൻ ഉറപ്പിച്ചു പറയുന്നത് എന്താണ്? ഉത്തരം നീതി. കർത്താവായ യേശു ആര് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം മനുഷ്യപുത്രൻ വരുമ്പോൾ. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു പറഞ്ഞ ഉപമയേത്? ഉത്തരം ഫരിസേയനും ചുങ്കക്കാരനും. ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയത് എത്ര പേരാണ്? ഉത്തരം 2 പേർ, ഒരു ഫരിസേയനും ഒരു ചുങ്കക്കാരനും. ആ 2 പേരിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് ആരാണ്? ഉത്തരം ഫരിസേയൻ. ഫരിസേയൻ താൻ ആരെപ്പോലെയല്ല എന്നാണ് ദൈവത്തോട് വാദിക്കുന്നത്. ഉത്തരം ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഫരിസേയൻ താൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നുവെന്നാണ് അവകാശപ്പെടുന്നത്? ഉത്തരം 2 പ്രാവശ്യം. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്ന ഫരിസേയൻ താൻ എന്തു കൊടുക്കുന്നുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്? ഉത്തരം സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. തന്നെ നീതീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി യേശു നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ഫരിസേയനെ. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനാ രീതി എങ്ങനെയായിരുന്നു? ഉത്തരം ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയതാര്? ഉത്തരം ചുങ്കക്കാരൻ. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അധ്യായ വാക്യം ഏത്? ഉത്തരം വിശുദ്ധ ലൂക്ക 18-ാം അധ്യായം 14-ാം വാക്യം.
യേശുനാഥൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കുന്നതിന് അവിടുത്തെ മുൻപിൽ കൊണ്ടുവന്നതാരെയാണ്? ഉത്തരം ശിശുക്കളെ. അനുഗ്രഹത്തിനായി യേശുനാഥൻ്റെ അടുത്ത് ശിശുക്കളെ കൊണ്ടുവന്നവരെ ശകാരിച്ചതാര്? ഉത്തരം ശിഷ്യന്മാർ. വിശുദ്ധ ലൂക്ക 18-ാം അധ്യായം 16-ാം വാക്യം എന്ത്? ഉത്തരം ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. ശിശുക്കളെ പോലെയുള്ളവർക്ക് യേശുവിൻ്റെ വാഗ്ദാനം എന്ത്? ഉത്തരം ദൈവരാജ്യം. യേശുനാഥൻ സത്യമായി നമ്മോട് പറയുന്ന കാര്യം എന്ത്? ഉത്തരം ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. വിശുദ്ധ ലൂക്ക 18-ാം അധ്യായം 17-ാം വാക്യം. യേശുവിനെ നല്ലവനായ ഗുരു എന്ന് സംബോധന ചെയ്തത് ആര്? ഉത്തരം ഒരു അധികാരി. യേശുവിനെ നല്ലവനായ ഗുരു എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഒരു അധികാരി ചോദിച്ചതെന്താണ്? ഉത്തരം നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അധികാരിയുടെ ചോദ്യത്തിന് യേശുവിൻ്റെ മറുചോദ്യം എന്തായിരുന്നു? ഉത്തരം എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് അധികാരി മറുപടി പറഞ്ഞത് എന്ത്? ഉത്തരം ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. യേശു അധികാരിയോട് പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് വ്യക്തമാക്കുന്ന 5 പ്രമാണങ്ങൾ ഏതൊക്കെ? ഉത്തരം വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ചെറുപ്പം മുതലേ താൻ എന്തു പാലിച്ചിട്ടുണ്ട് എന്നാണ് അധികാരി യേശുവിനോട് പറയുന്നത്? ഉത്തരം പ്രമാണങ്ങൾ. ചെറുപ്പം മുതലേ പ്രമാണങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന അധികാരിയോട് യേശു ചൂണ്ടിക്കാണിക്കുന്നത് എന്ത്? ഉത്തരം ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. ഇനിയും നിനക്കൊരു കുറവുണ്ട് എന്ന് പറയുന്ന യേശു തുടർന്ന് അധികാരിയോട് നിർദ്ദേശിക്കുന്നത് എന്ത്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ അവനുണ്ടാകുമെന്ന് യേശു വ്യക്തമാക്കുന്നത് എന്താണ്? ഉത്തരം സ്വർഗത്തിൽ നിക്ഷേപം. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമെന്ന യേശുവിൻ്റെ നിർദ്ദേശം കേട്ട അധികാരിയുടെ മനോഭാവം എന്തായിരുന്നു? ഉത്തരം അവൻ വളരെ വ്യസനിച്ചു. യേശുവിൻ്റെ നിർദ്ദേശം കേട്ട അധികാരി വളരെ വ്യസനിച്ചതിന് കാരണമെന്തായിരുന്നു? ഉത്തരം അവൻ വലിയ ധനികനായിരുന്നതിനാൽ. ആര് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ് എത്ര ദുഷ്കരം എന്ന് യേശു പറയുന്നത്? ഉത്തരം സമ്പത്തുള്ളവർ. ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം എന്താണ്? ഉത്തരം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത്. ധനവാന്മാരുടെ ദൈവരാജ്യ പ്രവേശനവുമായി ബന്ധപ്പെട്ട യേശുവിൻ്റെ പ്രബോധനം കേട്ടവർ ചോദിച്ചതെന്താണ്? ഉത്തരം അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? വിശുദ്ധ ലൂക്ക 18-ാം അധ്യായം 27-ാം വാക്യം എന്ത്? ഉത്തരം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് യേശുവിനോട് പറഞ്ഞതാര്? ഉത്തരം പത്രോസ്. ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിക്കുന്നവർക്ക് യേശുനാഥൻ നൽകുന്ന വാഗ്ദാനങ്ങൾ ഏവ? ഉത്തരം ഇക്കാലത്ത് തന്നെ അനേക മടങ്ങ് ലഭിക്കും, വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. യേശു ആരെ അടുത്തു വിളിച്ചാണ് പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനവും അറിയിക്കുന്നത്? ഉത്തരം 12 പേരെയും. 12 പേരെയും അടുത്തു വിളിച്ച് നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം ജെറുസലേമിലേക്ക്. ആര് മനുഷ്യപുത്രനെ പറ്റി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം പ്രവാചകന്മാർ വഴി. മനുഷ്യപുത്രൻ ആർക്ക് ഏൽപ്പിക്കപ്പെടുമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം വിജാതീയർക്ക്.
വിജാതിയർ മനുഷ്യപുത്രനോട് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും? ഉത്തരം: പരിഹസിക്കും, അപമാനിക്കും, അവൻ്റെ മേൽ തുപ്പും, പ്രഹരിക്കും, വധിക്കും. വിജാതിയർ മനുഷ്യപുത്രനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യുമെങ്കിലും തുടർന്ന് സംഭവിക്കുമെന്ന് യേശു മുൻകൂട്ടി പറയുന്നത് എന്താണ്? ഉത്തരം: 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. യേശു അരുളി ചെയ്ത ഏതു കാര്യമാണ് ശിഷ്യന്മാർ ഗ്രഹിച്ചില്ലെന്ന് ലൂക്ക എഴുതുന്നത്? ഉത്തരം: പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനവും. പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം എന്നിവയുടെ പൊരുൾ ആരിൽ നിന്നാണ് മറയ്ക്കപ്പെട്ടിരുന്നത്? ഉത്തരം: 12 ശിഷ്യന്മാരിൽ നിന്ന്. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു ജെറീക്കോയെ സമീപിച്ചപ്പോൾ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ചതാര്? ഉത്തരം: ഒരു കുരുടൻ. കുരുടൻ ആര് കടന്നു പോകുന്ന ശബ്ദം കേട്ടാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിച്ചത്? ഉത്തരം: ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ടിട്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ച കുരുടനോട് ആര് കടന്നു പോകുന്നുവെന്നാണ് ജനക്കൂട്ടം അറിയിക്കുന്നത്? ഉത്തരം: നസ്രാനായ യേശു. നസ്രാനായ യേശു വഴിയരികിലൂടെ കടന്നു പോകുന്നുവെന്നറിഞ്ഞ കുരുടൻ വിളിച്ചു പറഞ്ഞത് എന്താണ്? ഉത്തരം: ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് കുരുടനെ ശകാരിച്ചതാര്? ഉത്തരം: മുൻപേ പോയിക്കൊണ്ടിരുന്നവർ. മുൻപേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് കുരുടനെ ശകാരിച്ചപ്പോൾ അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടിരുന്നത് എന്ത്? ഉത്തരം: ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. കുരുടന്റെ നിലവിളി കേട്ട കർത്താവ് കൽപ്പിച്ചതെന്താണ്? ഉത്തരം: കുരുടനെ തൻ്റെ അടുത്തു കൊണ്ടുവരാൻ. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് യേശു ചോദിക്കുന്നത് ആരോടാണ്? ഉത്തരം: കുരുടനോട്. യേശുനാഥനോട് തനിക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് കുരുടൻ ആവശ്യപ്പെടുന്നത്? കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം എന്ന കുരുടന്റെ അപേക്ഷയെ തുടർന്ന് യേശു പറഞ്ഞതെന്ത്? ഉത്തരം: നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം സൗഖ്യം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം: കുരുടന്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശുനാഥൻ ആരോടൊക്കെ അരുളി ചെയ്യുന്നുണ്ട്? ഉത്തരം: സമരിയക്കാരനായ കുഷ്ഠരോഗിയോടും വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ച കുരുടനോടും. കുരുടന് കാഴ്ച ലഭിച്ച അവസരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയതും ദൈവത്തെ സ്തുതിച്ചതും ആരൊക്കെയായിരുന്നു? ഉത്തരം: കുരുടൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു.